നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങളിൽ പലർക്കും മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിങ്ങിനെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ അത് സിമ്പിളായിട്ട് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയി വന്നിരിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ് എന്ന ഈ ഒരു ടോപ്പിക് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന്. ആദ്യം തന്നെ പറയട്ടെ, വളരെയധികം ജോലി സാധ്യത ഉള്ളൊരു ഫീൽഡാണ് മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ് എന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ഒരു വ്യക്തി ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് വിചാരിക്കുക. അവിടെ ആ ഹോസ്പിറ്റൽ പലതരത്തിലുള്ള സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും, അല്ലെ? അതായത് അവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ്, അല്ലെങ്കിൽ അവർ ഗോ ത്രൂ ചെയ്ത പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, ഡയഗ്നോസിസ് ആയിക്കോട്ടെ, അവിടെ ഉപയോഗിച്ച എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, ഇവയെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കും, അല്ലെ? എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്? ഈ റെക്കോർഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഇൻഫർമേഷനെ ആൽഫ ന്യൂമറിക് കോഡ്സിലേക്ക് മാറ്റുക എന്ന ഡ്യൂട്ടിയാണ് ഒരു മെഡിക്കൽ കോഡർക്കുള്ളത്. ഈ ഒരു പ്രോസസ്സിനെയാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. മെഡിക്കൽ കോഡിംഗിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: It is the transformation of healthcare diagnosis, procedures and medical equipments into universal codes. കോഡ്സ് ആണ് ഇതിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള കോഡ്സ് ആണ് നിങ്ങൾ പഠിക്കാനുണ്ടാകുക. ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ കവർ ചെയ്യുന്ന സിലബസ് എന്ന് പറയുന്നത് ICD, അനാറ്റമി, CPT ആൻഡ് ഹിപ്പിക്സ്. ഇതൊക്കെ മെഡിക്കൽ ബേസ്ഡ് ആണ്. അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇതിന്റെ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ കുറിച്ച്, ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എടുക്കുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 months ആണ്. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. മെഡിക്കൽ കോഡർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. പക്ഷെ അത് മാത്രം മതിയാവില്ല. നിങ്ങൾക്ക് ഉന്നത വിജയത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഹയർ പൊസിഷനിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഒരു എക്സാം കൂടി എഴുതേണ്ട ആവശ്യമുണ്ട്. അതാണ് CPC എക്സാം, സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഈ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലകത്തും പുറത്തുമായി നല്ല ജോലി സാധ്യതകൾ ഉണ്ടാകും. വളരെയധികം സാലറി നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇന്ത്യക്കകത്താണെങ്കിൽ 30,000 to 50,000 റേഞ്ചിലാണ് നിങ്ങളുടെ സാലറി വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ 1.5 to 2 lakhs വരും. അപ്പം മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ് എന്ന ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വളരെയധികം ജോലി സാധ്യത ഉണ്ടാകുന്ന മാത്രമല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് കയറാനും സാധിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ പേര് വൈഷ്ണവ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.